ഇപ്പോൾ രാവിലെ സമയം 8 മണിയായിട്ടുണ്ട്. ഞാൻ എന്താ കണ്ണ് തുറന്ന് വരുന്നുള്ളൂ. അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുടെ വീഡിയോയിൽ രാവിലെ മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഹെൽത്തി എന്നല്ല, ബേസിക്കലി ഞാൻ എന്തൊക്കെയാണ് കഴിക്കാറ്, ഒരു ജിമ്മിൽ പോകുന്നൊരു ദിവസം അത്യാവശ്യം പ്രോട്ടീനൊക്കെ ഉള്ള ഡയറ്റ് എങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, അതാണ് നമ്മളിന്ന് ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് ഐ പേഴ്സണലി വിത്ത് ഗദ്ദാഫി. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എല്ലാവരും ബ്ലോഗേഴ്സ് എല്ലാവരും പറയുന്ന പോലെ ഒരു ഹാഫ് ലിറ്റേഴ്സ് വാട്ടർ ഇൻടേക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് എൻ്റെ മോർണിംഗ്സും സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഞാൻ കിടക്കുന്നതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ ഒരു ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ആദ്യം വാട്ടർ ഇൻടേക്ക് ചെയ്യും കുറച്ച്. ഇതിപ്പോൾ ഒരു 2 ലിറ്റേഴ്സിൻ്റെ ബോട്ടിലാണ്. ചുരുങ്ങിയതൊരു ഹാഫ് ലിറ്ററെങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹാഫ് ലിറ്റർ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹാഫ് ലിറ്റേഴ്സ് കറക്റ്റ് വയറിഞ്ഞു. ഓക്കെ, എഴുന്നേറ്റാലോ. അപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞു. വാട്ട്സ് നെക്സ്റ്റ്? അടുത്തത് എന്താണെന്നല്ലേ? അടുത്തത് നമുക്കൊരു പണിയുണ്ട് കിച്ചണിൽ പോയിട്ട്, അതുകൂടെ കാണിച്ചു തരാം. നല്ല അന്യായ മടിയുണ്ടായിരിക്കും രാവിലെ എഴുന്നേക്കാം, പക്ഷേ എഴുന്നേറ്റേ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ ദിവസം രാവിലെ നമ്മളുടെ PT ഉള്ളൂ, പേഴ്സണൽ ട്രെയിനർ ഉള്ളൂ ജിമ്മിൽ. അപ്പോൾ രാവിലെ ജിമ്മിൽ പോയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം നോ ടൈം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യത്തെ സാധനം നമ്മൾ ബെഡ് ക്ലിയർ ചെയ്തിട്ട് എഴുന്നേക്കുക എന്നുള്ളതാണല്ലോ. എങ്ങനെയൊക്കെ കിടന്നാലും എനിക്ക് ചുളിവുകളും ഒക്കെ ബെഡ്ഷീറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പായിരിക്കും. അപ്പോൾ നമുക്കിത് ആദ്യം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബെഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. വലിയ വൃത്തിയൊന്നും ആയിട്ടില്ല, പക്ഷേ ഇത്രയും വൃത്തിയായിട്ട് സെറ്റാക്കാനുള്ള സമയമുള്ളൂ. കാരണം നമുക്ക് ജിമ്മിൽ പോകണം. എന്നിട്ട് നേരെ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട് നമ്മളിവിടെ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഈ ഗണപതി വിഗ്രഹം കണ്ടിട്ടാണ് വിഷയിൽ കണ്ണ് തുറക്കുക. അപ്പോൾ ഇത് നമ്മളുടെ ഒരു കൂടെയുള്ള ഒരു ആശ്വാസവും ഉറപ്പും കോൺഫിഡൻസൊക്കെയാണ്. അപ്പോൾ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ നോക്കി ഒരു ചിരിച്ച് അദ്ദേഹത്തോട് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിട്ടായിരിക്കും ഡേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി സമയമില്ല, റെഡി ആവണം, ജിമ്മിൽ പോകണം. ഇപ്പോൾ സമയം 8:30 ആവുന്നു. അപ്പോൾ 9 മണിക്ക് മുന്നേ ജിമ്മിൽ പോയില്ലെങ്കിൽ എൻ്റെ ട്രെയിനർ തന്നെ തെറി പറയും. അപ്പോൾ അടുക്കളയിലൊക്കെ പോകുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്കൊന്ന് കർട്ടനൊക്കെ തുറന്ന് വേണമെങ്കിൽ 2 ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ബാൽക്കണിയിൽ പോയിട്ട് നമുക്ക് പോയാൽ കുറച്ചും കൂടെ ഒരു ഹാപ്പിനെസ് ഫീൽ ഉണ്ടായിരിക്കും. ഈ മോർണിംഗ് വിഷ്വൽ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കണ്ടോ, ഇവിടുത്തെ കിളികളുടെ ചെർപ്പിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോഴി കൂവും. ചെർപ്പിങ്സിന് എന്താണോ പറയുക? കണ്ടോ, ഇതെൻ്റെ ബാൽക്കണിയാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻറ്റയർ കൊച്ചി സിറ്റി കാണാം. കണ്ടോ, ഇവിടെ വന്നിട്ട് 2 മിനിറ്റ് കണ്ണടച്ച് നിന്ന് ഈ ചെർപ്പിങ്സൊക്കെ ആസ്വദിച്ച് പറ്റുമെങ്കിൽ ഒരു മോർണിംഗ് സൺഷൈനൊക്കെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആർക്കും സിനിമയിലാണ് നായിക പറയില്ല. അതായത് എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഈ സൺഷൈനൊക്കെ കണ്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് അത് ഏറെക്കുറെ ശരിയാണ്. ആക്ച്വലി ഇറ്റ്സ് റിയലി കൂൾ. രാവിലെ ഒരു 5 മിനിറ്റ് അവിടെ ബാൽക്കണിയിൽ വന്ന് ഒന്നൊന്ന് കാമായി കൂളായി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സൺഷൈനൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സമയമില്ല, നേരെ ഇനി നമുക്ക് കിച്ചണിൽ പോകാം. കിച്ചണിൽ എന്തൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ കുടിച്ചിട്ട് നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാം. വാ. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. കിച്ചണിൽ രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം, അതിലേക്ക് ചിയ സീഡ്സ്. രാവിലെ വെറും വയറ്റിൽ ഈ പറയുന്ന പോലെ ഒരു ഹാഫ് ലിറ്റേഴ്സ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആദ്യത്തെ റൊട്ടീൻ വെള്ളത്തിൽ ചിയ സീഡ്സ് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് റിയലി കൂൾ, യുനോ. കാരണം ഭയങ്കര ഹെൽത്തിയാണ് ചിയ സീഡ്സ് വെറും വയറ്റിൽ കുടിക്കുന്നത്. നമ്മളുടെ ഡൈജഷനും അതുപോലെ തന്നെ സ്കിന്നിനും ഒക്കെ ചിയ സീഡ്സ് ഭയങ്കര അടിപൊളിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചിയ സീഡ്സ് കുറച്ചതായതുപോലെ
വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആകെ വൃത്തികേടായി കിടക്കണം എൻ്റെ കിച്ചൺ കാവും. യെസ്, അപ്പോൾ നമ്മളുടെ ചിയ സീഡ്സേ വെള്ളത്തിലിട്ട് നമ്മളിതാ ഇവിടെ ടേബിളിലിട്ട് വെച്ചേക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യാം. അപ്പോൾ ചിയ സീഡ്സ് അവിടെ നിന്ന് കുതിരുമ്പോഴേക്കും നമുക്ക് ബാക്കി നമ്മളുടെ മോർണിംഗ് റൊട്ടീൻസൊക്കെ ചെയ്യാം. അപ്പോഴേക്കും അത് സെറ്റാവും. ഓക്കെ, വാ. നമ്മളപ്പോൾ നമ്മളെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ജിമ്മിൽ പോകാനുള്ള ഡ്രസ്സ് വേണമെങ്കിൽ ഒന്ന് മാറാം അല്ലേ? ഓക്കെ, ബാ. അപ്പോൾ ടീഷർട്ട് മാറി ജിമ്മിലേക്കുള്ള ടീഷർട്ട് മാത്രമേ മാറുന്നുള്ളൂ. ഷോർട്സ് തന്നെ മതി, കാരണം ഷോർട്സ് എന്തായാലും വന്നിട്ട് കഴുകിയിടാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയാവും വേറെ ഇട്ട് കഴിഞ്ഞാൽ. അത് വേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബാച്ചിലർ ലൈഫ് നമ്മൾ ഐഡിയലി ലീഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പണി കുറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കിച്ചണിൽ പോയിട്ട് നമ്മളുടെ ചിയ സീഡ്സ് കഴിക്കാം, കുറച്ച് നട്ട്സ് ഉണ്ടാവും, നട്ട്സും കഴിക്കാം, പഴവും കഴിക്കാം. ഇതാണ് നമ്മളെ പ്രീ വർക്കൗട്ട്. അത് കഴിച്ചിട്ട് നേരെ ജിമ്മിലേക്ക്. ഓക്കെ, ബാ. അപ്പോൾ നമ്മൾ ചിയ സീഡ്സ് നമ്മളുടെ അടുത്തുണ്ട്, നട്ട്സ് ഉണ്ട്. നട്ട്സ് നമുക്ക് ബദാം ഒരു 4 ബദാം കഴിക്കാം അല്ലേ? 4 to 5 ബദാംസ്. അപ്പോൾ നട്ട്സ് കഴിക്കുക. അതിൻ്റെ കൂടെ ഒരു 4-5 കാഷ്യൂ കൂടെ കഴിക്കാം. ഇതെല്ലാവരും പറയുന്നത് കേൾക്കാം, നട്ട്സൊക്കെ അത്യാവശ്യം നമ്മളുടെ ഒരു വെറും വയറ്റിൽ കഴിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ അത്രയും കിട്ടും എന്നുള്ളത്. വെറും വയറ്റിൽ കഴിച്ചിട്ടെങ്കിലും ജിമ്മിൽ പോകുന്നതിനൊക്കെ മുന്നേ കഴിച്ചാൽ മതി. അതിപ്പോൾ ഈവനിങ് ആണെങ്കിലും സാരമില്ല. നമ്മളുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി പഴം കൂടെ കഴിക്കണം. പക്ഷെ പഴം ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിലില്ല. എനിക്ക് തോന്നുന്നത് വീട്ടിലാണ് ഇരിക്കുന്നത്, മറന്നുപോയി. പോണ വഴി നമ്മളൊരു പഴം കൂടെ വാങ്ങിച്ച് കഴിച്ചിട്ട് വേണം പോകാൻ. കഴിക്കാം. ആകാശിനോട് പറയുന്നൊരു കോഫി കൂടെ ഇടിക്കാൻ. പക്ഷേ കോഫി കുടിക്കാനുള്ള സമയം എനിക്കില്ല, കാരണം ഇനിയും വൈകി കഴിഞ്ഞാൽ അവൻ തെറി പറയും. അപ്പോൾ നട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജിമ്മിലേക്കല്ലേ പോകുന്നത്, കുറച്ച് ക്രിയാറ്റിൻ കൂടെ സെറ്റ് ചെയ്യാം. യെസ്, അപ്പോൾ ഇല്ല സമയമില്ല. വൺ സ്കൂപ്പ് മതി. ഒന്ന് കുലുക്കാം. മറ്റേ വെൽക്കോറിൻ്റെ ക്രിയാറ്റിനാണ് എടുക്കുന്നത്, വാട്ടർമെലൺ ഫ്ലേവർ. ഇറ്റ്സ് ഗുഡ്. അപ്പോൾ പോകുന്നതിന് മുന്നേ നമുക്ക് ഏതെങ്കിലും ഒരു പെർഫ്യൂം കൂടെ അടിച്ചിട്ട് പോകും, അല്ലെങ്കിൽ നാറ്റ കേസാവും. നമ്മളെന്തായാലും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. മറ്റുള്ളവരെ പോലെ കുറച്ച് കൂടുതൽ സ്വെറ്റ് ചെയ്യുന്ന ആളാണ്. ട്രെയിനർക്ക് ഒരു ബുദ്ധിമുട്ടാവരുതല്ലോ. ലൈറ്റായിട്ട്, വളരെ മൈൽഡായിട്ട്. അതും ഈ പറഞ്ഞ പോലെ കൂടുതലായി കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പം വളരെ ലൈറ്റായിട്ട് അടിച്ചിട്ട് പോവാം. ഓക്കെ, അവിടെ ഇരുന്നു. അപ്പോൾ നമ്മൾ നമ്മളുടെ പണി സാധനങ്ങളൊക്കെ ആയിട്ട് ജിമ്മിൽ പോവാണ്. ദോ കിടക്കുന്നു നമ്മളുടെ കുട്ടൻ. അപ്പോൾ നമുക്ക് ഈ കുട്ടനായിട്ട് വേഗം സമയമില്ല, പറക്കാം. അപ്പോൾ നമ്മൾ പറപ്പിക്കുകയാണ് ജിമ്മിലേക്ക്. ജിമ്മെത്തി. അപ്പോൾ ഇതാണ് നമ്മളുടെ ജിമ്മ്. ഹലോ ഗായ്സ്, ഇതാണ് നമ്മളുടെ റിസപ്ഷൻ ഗൈസ്. ഇത് നമ്മളുടെ വിഷ്ണുജ, ഇത് നമ്മളുടെ അമൽ. അവിടെ നമ്മളെ താരം എന്ത്, ആകാശ് എന്ത്, നമ്മൾ ആകാശ് അവിടെ പിന്നെ പറയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഹായ് കോച്ച്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു 10 minutes നമുക്ക് വാക്ക് ഉണ്ട്. അപ്പോൾ ആകാശം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഇത് ചെസ്റ്റ് വർക്കൗട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളിന്ന് ചെസ്റ്റ്
ഷോൾഡർ. ചെസ്റ്റിന് നമ്മൾ 3 വേരിയേഷൻ എടുക്കുന്നുണ്ട്. ഒന്ന് സ്മിത്തിൽ ഫ്ലാറ്റ് പ്രസ്, നെറ്റ് പ്രസ്, അതുപോലെ ഇൻക്ലൈൻ മെഷീൻ ഒരു ഇൻക്ലൈൻ വേരിയേഷൻ, അതുപോലെ ബ്രോസോൾ ഒരു ഫ്ലൈ വേരിയേഷൻ, പിന്നെ ഷോൾഡറിന് ഒരു മെഷീൻ ലാറ്ററൈസ് ഒരു നമ്മൾ, അതുപോലെ സ്മിത്തിലൊരു ഷാറ്റ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഫസ്റ്റ് വർക്കൗട്ടിലേക്ക് പോവാണ്. ആകാശ് ബായ്, ഒന്നാളെ കാണാം. അപ്പോൾ നമ്മളിതാ ജിമ്മിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴി നമുക്ക് എന്തെങ്കിലും ചീരയോ എന്തെങ്കിലും കറിക്ക് ഉച്ചക്കലത്തേക്ക് വാങ്ങിക്കാൻ പറ്റിയാൽ വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലുള്ള വെജിറ്റബിൾസ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നേരെ പോവുക, കുളിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. യെസ്, നമ്മളിതാ അപ്പോൾ ഫ്ലാറ്റിൽ വന്ന് കയറി. ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് കടയൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ പല പച്ചക്കറി കടകളും ഇന്നില്ല. അപ്പോൾ ചീര ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല ഉച്ചക്കലത്തെ തോരന് വേണ്ടിയിട്ട്. പകരം നമ്മളുടെ ഫ്രിഡ്ജിൽ എന്താണോ ഇരിക്കുന്നത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷേ ഇന്ന് ബേസിക്കലി ഞാനിപ്പോൾ ജിമ്മിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യം യൂഷ്വലി ചെയ്യുക പ്രോട്ടീൻ ഉണ്ടാക്കുക, പ്രോട്ടീൻ ഷേക്ക് കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ രണ്ടാമത്തെ ഫുഡ് ഇൻടേക്കാണ്. അതായത് രാവിലെ നമ്മൾ പോകുന്നതിന് മുൻപ് ചിയ സീഡ്സ്, നട്ട്സ്, പഴം. ജിമ്മിൽ പോയി വന്നതിന് ശേഷം പാലും അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ. ഇത് ആക്ച്വലി എൻ്റെ പ്രോട്ടീൻ പൗഡർ ഞാൻ വേറെ എൻ്റെ ക്രിയാറ്റിൻ്റെ ബോക്സിലാക്കി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലാറ്റിൽ നിൽക്കുന്ന സമയത്ത് പ്രോട്ടീൻ പൗഡർ മിക്സ് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ചെറിയൊരു ബോക്സിലാക്കി പ്രോട്ടീൻ എഴുതും, അല്ലെങ്കിൽ കണക്കാക്കും. അപ്പോൾ ഇതൊക്കെ യെസ്. അപ്പോൾ ഓക്കെ, സെറ്റ്. ഓ ക്വൈറ്റ് കൂൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഞാനിപ്പോൾ പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴമൊക്കെ ഇടാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ആഡ് ചെയ്യാം, ആപ്പിൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, പലരും ചോദിക്കാറുണ്ട് ഏത് പ്രോട്ടീനാണ് എടുക്കുന്നതെന്ന്. എനിക്ക് ബേസിക്കലി എൻ്റെ ട്രെയിനർ സജസ്റ്റ് ചെയ്യുന്ന ബാൽക്കൻ ഫാർമ എന്നുള്ള ബ്രാൻഡുണ്ട്, അതിൻ്റെ പ്രോട്ടീൻ പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ കഴിച്ചു. അപ്പം ഇനി നേരെ പോയി കുളിക്കുക, എന്നിട്ട് വന്നിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക, കിടക്കുക. അതിന് പിന്നെ ഉച്ചക്കലത്തെ മീൽ. അപ്പോൾ പോയി കുളിച്ചു വരാം, എന്നിട്ട് നമുക്ക് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ കുളിച്ചിട്ട് വരാം. ഇനി ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം ഇനി വരുന്ന ആൾ ചിലപ്പോൾ സുന്ദര കുട്ടപ്പനായിട്ട് കുട്ടപ്പൻ ചേട്ടനായിട്ടായിരിക്കും വരിക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടും. പക്ഷേ ഞാനിങ്ങനെ എൻ്റെ വായ തുറന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആളെ മനസ്സിലാവും. ഓക്കെ, അതേ കുളിച്ചിട്ട് വരാം. എന്തൊക്കെയാണ് ഈ പറയുന്നത്? യെസ്, അപ്പോൾ കുളിച്ച് നമ്മൾ സുന്ദരക്കുട്ടനായിട്ടുണ്ട്. ഇനി ഡ്രസ്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡ്രസ്സോടെ ചെയ്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി ഉണ്ടാകത്താക്കുന്നത്. കാരണം എനിക്കറിയില്ല, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ആമ്പിള്ളേർ ഫുഡ് ഉണ്ടാക്കാൻ കയറുന്ന സമയത്ത് മുണ്ടെടുത്ത് കയറുന്നത് കാണാം. എന്നെനിക്കറിയില്ല, ചിലപ്പോൾ എസ്തെറ്റിക്സിന് വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ പിന്നെ എസ്തെറ്റിക്സ് ഒട്ടും കുറയ്ക്കേണ്ടതെന്ന് കരുതി മുണ്ടൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഓട്സ് ബുർജി. വേണ്ടത് 2 മുട്ട. ഞാനിപ്പോൾ 2 മുട്ട എടുത്തേക്കുന്നത്. ഇപ്പം രാവിലെ ഇപ്പോൾ പ്രോട്ടീനും അതുപോലെ തന്നെ ബനാനയൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് വലിയ വിശപ്പില്ലാത്തതുകൊണ്ടാണ് 2 മുട്ട എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് വിശപ്പുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണം ആവശ്യാനുസരണം കൂട്ടാം. ചെറിയൊരു സവാള, 1 തക്കാളി, 2 പച്ചമുളക്,
ഇത്ര മതി, സോ സിമ്പിൾ. പിന്നെ കുറച്ച് ഓട്സ് പേരിന്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സവാളയും തക്കാളിയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്ത് അരിഞ്ഞ് വെക്കാം. ഓക്കെ. എനിക്ക് ഈ കുക്കിങ്ങിൽ തീരെ ഇഷ്ടമല്ലാത്തൊരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ കട്ടിങ് ആണ്. ഇങ്ങനെ കുനുകുന എരിയ. അപ്പോൾ സവാള കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും സവാള മതി ആക്ച്വലി. അതിൻ്റെ കൂടെ നമ്മളൊരു തക്കാളി കൂടെ കട്ട് ചെയ്യാം. തക്കാളിയും അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ആശ്വാസം. ഇനി പച്ചമുളക്. കട്ടിങ് പരിപാടി കഴിഞ്ഞു. അപ്പൊ നേരെ നമ്മൾ പാൻ ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, ഇത് അതിലേക്ക് തട്ടുക. നമുക്കിനി ഈ സമയം കൊണ്ട് മുട്ട പൊട്ടിച്ച് അടിച്ചു വയ്ക്കാം. സാധാരണ നമ്മൾ മുട്ട വറുക്കുന്ന പോലെ പെട്ടെന്ന് പൊട്ടിച്ച് അടിച്ചു വരാം. പക്ഷെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അത്രയും തന്നെ അതിലേക്ക് പാൽ ആഡ് ചെയ്യണം. അയ്യോ, ഉപ്പിടാൻ മറന്നുപോയി. ഇത് പാലിട്ടതിന് ശേഷം ഉപ്പിട്ടാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കാണുന്നുണ്ടോ? സി ഏതാണ്ട് ഇതിൻ്റെ പരുവെന്തോ ഇങ്ങനെ ഇരിക്കും. നിങ്ങളുടെ ഒരു ഉചിതം പോലെ ഉപ്പ് അങ്ങ് ആഡ് ചെയ്യുക കേട്ടോ. കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പ് അധികം നല്ലതല്ല. നമ്മൾ ആക്ച്വലി മനുഷ്യന്മാർ ഒരു ദിവസം 5 ഗ്രാം ഉപ്പ് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞത്. മുട്ട ഇട്ടിട്ട് ഉപ്പ് അടിക്കണമായിരുന്നു തോന്നുന്നു. എന്നിട്ട് വേണം പാൽ ആഡ് ചെയ്യാനായിരുന്നു. പക്ഷേ ഞാൻ മറന്നുപോയി ഉപ്പിടാൻ. സോറി ഗൈസ്. ഇത് അടിക്കുക. അതായി. അപ്പോൾ നമുക്കിനി പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ പാൻ വെച്ചു. പാൻ ചൂടായി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ, ലേശം. നമ്മൾ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മളുടെ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, മുളക്, സവാള ഇത് മൂന്നും കൂടെ ഇടാൻ പോകണം. എന്ത് ചെയ്യണം? തീ കുറച്ചിടണം, അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിത്തെറിയും. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചുമ്മാ ഒരു ടേസ്റ്റിന് കുറച്ചിടാൻ പാടുള്ള, ചുമ്മാ ഒരു കളറിനും ഈ പറഞ്ഞ ഒരു ഫ്ലേവറിനും മാത്രം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ടാലും മതി. ഇതിലേക്ക് നമ്മൾ ലേശം കുരുമുളക് പൊടി കൂടെ ഇടാം. ലേശം മതി, കാരണം നമ്മൾ ഓൾറെഡി മുളക് ഇട്ടത് കൊണ്ട് എരിവ് കുറച്ചുണ്ടാവും. അപ്പോൾ കുറച്ച് ഏതാണ്ട് ഇതൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ഒന്ന് പരത്തിയിടാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളുടെ അടിച്ചു വെച്ചേക്കുന്ന മുട്ടയും പാലും എടുത്ത് ഒഴിക്കട്ടെ. ഉപ്പിട്ടല്ലോ അല്ലേ? ഉപ്പിട്ടു. അപ്പോൾ ഏതാണ്ടതാ ഇതിങ്ങനെ കിട്ടും. സ്റ്റൈലൊക്കെ ഇല്ലേ കാണാൻ? സ്റ്റൈല് മാത്രമല്ല, ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഉണ്ടാക്കാൻ അറിയുന്നവർ വെക്കുമ്പോൾ. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക കുറച്ച് നേരം, ഒരു 2 minutes. സമാധാനം. അതിന് മുമ്പ് ഒരു സാധനം ഇടാൻ മറന്നുപോയി. നമ്മുടെ ഓട്സ് ആഡ് ചെയ്തില്ല. ഓട്സ് അല്ല മെയിൻ. ഓട്സ് തന്നെ ഓൾറെഡി ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. അപ്പം അത് നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓട്സ് വേണമെങ്കിൽ മതി കേട്ടോ. ഞാൻ ഓട്സ് ഹെൽത്തി ആയതുകൊണ്ട് മാത്രം ഇടുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട, ഓട്സ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ അത്യാവശ്യം ജിമ്മിലൊക്കെ പോകുന്ന, അത്യാവശ്യം ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്നെ പോലെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യും. സൂപ്പറായിരിക്കും. അധികം വേണ്ട, കാരണം ഓവറാക്കണ്ട. വീണ്ടും നമുക്ക് മൂടി വെച്ച് അടച്ചു വയ്ക്കാം. അതിരുന്ന് റെഡി ആകുമ്പോഴേക്കേ നമുക്ക് തണ്ണിമത്തം കൂടെ ഒന്ന്, വാട്ടർമെലൻ കൂടെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആവണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണമല്ലോ.
തണ്ണിമത്തം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പാൻ ഓപ്പൺ ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇത് നമ്മളുടെ പ്ലെയിനിലേക്ക് നീ സെർവ് ചെയ്താൽ മതി. നമ്മളപ്പോൾ പ്രിപ്പയർ ചെയ്ത ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിതാ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏതാണ്ട് ഒരു പിസയൊക്കെ കഴിക്കുന്ന പോലെ ആയിരിക്കും. ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയില്ല, അടിപൊളി. കുറച്ച് മുരിഞ്ഞു പോയത് മാത്രം ഒഴിച്ചാൽ വേറെ അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. എൻ്റെ കൂടെ നമ്മൾ വേണമെങ്കിൽ തണ്ണിമത്തം കൂടെ കഴിയും. അപ്പോൾ ഫൈബറുമായി ഫ്രൂട്ട്സുമായി അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ലഞ്ചിനുള്ള പരിപാടി നോക്കണം. പക്ഷേ നിങ്ങൾ ഇനി ലഞ്ച് കാണാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലായിരിക്കും. അപ്പോൾ ടിൽ ദെൻ യു ഗൈസ് സ്റ്റേ വിത്ത് മീ. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.